ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലയോ 13 മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തും, അയോഗ്യരായ നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗം നന്നായി സ്വീകരിക്കണമെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല. പരിശുദ്ധയമ്മയുടെ കൂടെ നമ്മൾ ഈ പ്രാർത്ഥനകളുമായിട്ട് ദൈവ തിരുമുമ്പിൽ എത്തിയാൽ മതി. ഇന്ന് ഈ 6ാമത്തെ ദിവസം മനസ്സിൽ കുറിക്കേണ്ട വിചാരം, ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പരിശുദ്ധയമ്മ പോസിറ്റീവ് കാഴ്ചപ്പാടുകളുടെ അമ്മയാണ്. അമ്മ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ ഇടപെടലുകളോട് അമ്മ സ്വീകരിക്കുന്ന സമീപനങ്ങളൊക്കെ ക്രിയാത്മകമായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ പക്ഷത്താണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ സംസാരത്തിലും പ്രവൃത്തിയിലും സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലുമൊക്കെ ക്രിയാത്മകമായിട്ടുള്ള നന്മയുടെ അനുഭവങ്ങളെ സ്വന്തമാക്കാനായിട്ട് കഴിയണം. കണ്ടുമുട്ടിയ ഒരു സഹോദരൻ എൻ്റെ ഓർമ്മയിലുണ്ട്. ആ മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളറിയാതെ ഉള്ളിലിങ്ങനെ ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ, ക്രിയാത്മകമായ ചിന്തകൾ രൂപപ്പെടുകയും എല്ലാത്തിനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും അദ്ദേഹത്തിന് നന്മകളെ പറയാനുള്ളൂ. കൊതിയോടുകൂടിയിട്ട് ഓർത്തിരിപ്പുണ്ട്. ചില ജീവിതങ്ങൾക്ക് അത് സാധിക്കൂ. കഴിഞ്ഞ നാളിൽ കണ്ടൊരു അമ്മച്ചി വളരെ നെഗറ്റീവാണ് സംസാരത്തിലും സമീപനത്തിലുമൊക്കെ. ആ ബോഡി ലാംഗ്വേജ് പോലും, ശരീരഭാഷ പോലും നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുക. പരിശുദ്ധയമ്മ ഈ ജന്മത്തിരുന്നാൾ ഒരുക്കത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും ഒപ്പം ചേർത്ത് ഒരുക്കത്തിൻ്റെ കൃപാവടിയോടെ ചേർത്ത് കൊണ്ടുപോകുമ്പം അമ്മ പറയണത്, ഏതു ജീവിതവും അനുഗ്രഹമാകണമെങ്കിൽ നന്മകളെ കാണാൻ കഴിയണം, പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. നന്മയുടെ പിന്നാമ്പുറത്ത് ദൈവം ഒളിപ്പിച്ച് വെച്ച അനുഗ്രഹത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് നമ്മുടെ കണ്ണും കാതും കരങ്ങളും ഒന്ന് കൂർപ്പിച്ചു വെക്കണം. പ്രപഞ്ചത്തിൽ സൃഷ്ടിയിലുള്ള മുഴുവനും ദൈവത്തിൻ്റെ കരവേലയായതുകൊണ്ട് അതിൻ്റെ പുറകിലൊക്കെ ദൈവം കരുതി വച്ചിരിക്കണ സങ്കല്പാതീതമായിട്ടുള്ള നന്മകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാവണം പാതിരപ്പിയ പുണ്യവൻ നമ്മളെ ഓർമ്മപ്പെടുത്തി ഈ സ്വർഗീയ അമ്മയുടെ അടുത്തായിരിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മയ്ക്കൊപ്പം ജീവിതത്തിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കുക. ഒരു നല്ല അമ്മയുടെ സാന്നിധ്യം മക്കളിലേക്കും കുടുംബത്തിലേക്കും പങ്കാളിയിലേക്കുമൊക്കെ വല്ലാത്ത നെഗറ്റീവിന് പകരം പോസിറ്റീവ് കൈമാറ്റം ചെയ്യപ്പെടും. സങ്കടമുണ്ടാകുമ്പം, ബിസിനസ്സിൽ പരാജയപ്പെടുമ്പം, ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പം, പ്രതീക്ഷയില്ലാത്ത വിധം വലിയ ദുരന്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈ അമ്മ, നമ്മുടെ അമ്മ തന്നെ, പരിശുദ്ധ അമ്മയും നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, നമ്മളിതിനെയും അതിജീവിക്കും, നമ്മളിതിനെയും കൈകാര്യം ചെയ്യും. സ്താൻ സക്കീസ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പറഞ്ഞ ഒരു പ്രതീക്ഷയുടെ വാക്കുപോലെയാണ്, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നമ്മളതിനെ അതിജീവിക്കും. വലിയ വിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവനത്തിൻ്റെ മഹാകൃപയായ ക്രിയാത്മക നന്മ കൊണ്ട് ജീവിതത്തെ ഇത്രയ്ക്ക് ശക്തമാക്കുന്ന അമ്മയുടെ തണൽ പറ്റി, ആ മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യം ചേർന്ന് ആ ഓരം പറ്റി നമുക്ക് ജീവിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.